സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ വൺ ബ്ലോക്ക് സീരീസ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ സാധനം ഇതാ ഈ ഒരു സാധനമാണ്. അത് വർക്കായില്ല. സ്കെൽട്ടൻ XP ഫാർം വിചാരിച്ച അത്ര ഇത് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഞാൻ ബ്ലോക്കാണ് വിചാരിച്ചുകൊണ്ട് റൈറ്റ് ക്ലിക്ക് അല്ല മറ്റേ മുട്ട എടുത്തുകൊണ്ട് ഇപ്പുറത്ത് നിൽക്കി. എൻ്റെ മിസ്റ്റേക്കാണത്. അപ്പം എന്തായാലും നല്ലൊരു മോബ് ഫാം ഉണ്ടാക്കിയായിരിക്കും. നമ്മൾ ഈ സ്പോണർ വെച്ചിട്ടില്ലാത്ത അല്ലാത്തൊരു മോബ് ഫാം. അപ്പോൾ അതിന് വേണ്ടി രാവിലെ തന്നെ ഞാൻ കുത്തിരുന്ന് ഫുള്ള് ഗ്രൈൻഡ് ചെയ്തു. ഇതാ എന്തായാലും നമുക്ക് പണിയിലോട്ട് പോകാം. അപ്പോൾ ബ്ലോക്ക് ഫുള്ളാണ് എടുത്ത് പോവാം. പിന്നെ താഴേക്ക് വരാനും വെച്ച് വെച്ചാൽ ട്രാപ്പ് ഡോർ കൊടുക്കുക ഫുള്ള്. പിന്നെ ഒരു കാര്യം വേണ്ടത് നമുക്ക് ഇത് വേണം, എന്താ പറയുക, വൂള് കാർപ്പറ്റ് വേണം. സ്പൈഡറൊന്നും സ്പോണാവാതെക്കാൻ വേണ്ടി. ഇപ്പം അതും ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാൻ നല്ല ബക്കറ്റ് വേണം. ബക്കറ്റ് 2, 4, 6, 8 ബക്കറ്റ് വെള്ളവും വേണം. അതൊരു 3 ബക്കറ്റ് വെള്ളം എടുത്ത്, അല്ല 2 ബക്കറ്റ് വെള്ളം എടുത്ത് ഇൻഫിനിറ്റി ആക്കാം. പിന്നെ ഒരു പിക്കാക്സ് ഉണ്ടാക്കണം. എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് പൊട്ടിക്കേണ്ടി വരും. ചിലപ്പോൾ ഞാൻ അറിയാതെ അപ്പുറത്തൊക്കെ ഒരു നെക്കി. ഇനി ഒരു പിക്കാക്സ് ഇവിടെ ഒന്നുമില്ല. പിന്നെ ബൈ നമ്മൾ ഇത് ഫുള്ള് പൊട്ടിച്ചു. ഞാൻ പൊട്ടിച്ചില്ല എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെയും കുത്തിന്ന് പൊട്ടിച്ചു. പിന്നെ ഇവിടെ വില്ലേജേഴ്സ് ഫുള്ള് ചത്തു. ഇവിടെ ഞാൻ 2 വില്ലേജറിനെയും ഇവിടെ ഒരു വില്ലേജറിനെയും ബോട്ടിലിരുത്തിയിരുന്നു. അത് ഈ മറ്റേ ഷൽക്കർ ആ ജന്തുക്കൾ വന്ന് ഞാൻ കൊല്ലാൻ നോക്കി. പക്ഷെ അത് ഫുള്ള് വില്ലേജറിൻ്റെ മേത്തേക്ക് തട്ടി ഓല് ചത്തു. സോ സാഡ്. അപ്പോൾ ഇനി വില്ലേജർ വെച്ചില്ലേ പരിപാടി ഒന്നും ഇനി നടക്കൂല. അടുത്ത വില്ലേജർ കിട്ടിയിട്ടാണ്. പിന്നെ ഇവിടെ നമ്മൾ ചെറിയ അപ്ഡേറ്റ് ചെയ്തു. മൈൻഡ് കാർട്ട് വിത്ത് ഓപ്പർ വെച്ചു. അതാകുമ്പോൾ ഒരു സാധനം ലാബിൽ പോകില്ല, ഫുള്ള് ഇതിൽ വന്ന് ഒത്തിരിക്കും. എന്താ ബ്ലോക്കൊക്കെ കുത്തിന്ന് ഞാൻ ഇവിടെ ടൈം പിടിച്ചങ്ങനെ നെക്കിട്ട് പോയിക്കുന്നു. പിക്കാക്സ് പൊട്ടിയപ്പോഴറിഞ്ഞ് പിക്കാക്സ് പൊട്ടി. ഇങ്ങനെയാണ് പിക്കാക്സ് ഉണ്ടാക്കണം. ഒരു അയൺ പിക്കാക്സ് ഉണ്ട് അവിടെ. ഇതെടുക്കാം തൽക്കാലത്തിന്. ഇതന്നെ മതിയാവുമല്ലോ നമ്മളെ പണിക്ക്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് അടിക്കുക. നിങ്ങളില്ല ക്രാഫ്റ്റിംഗ് ടേബിൾ നിങ്ങളത് ഒരു മിനിറ്റ്. ഞാൻ ഇപ്പം എന്താ നോക്കാൻ വന്നത്, വൂൾ എടുക്കാൻ വന്നതാണ്. വൂള് ഫുൾ എടുക്കാം. ആവശ്യമുള്ള ഫുൾ വൂള് നമുക്ക് എടുത്തുണ്ടാവാം. ഇതിന് നമുക്ക് താഴേക്ക് വരേണ്ട ഒരു ആവശ്യം വേണ്ട. ഫുഡ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആവും എടുത്തുണ്ടാവാം. ഫുഡ് ഇപ്പം തൽക്കാലത്തിന് നമുക്ക് MLG ഇത് പോലെ ഫുഡാണ്. കഴിക്കാൻ പറ്റിയ ഫുഡ് ഇല്ല. ക്യാരറ്റ് റെയറാണ്. ഇതിൽ കുറച്ച് ഫിഷ് ഇരിപ്പുണ്ട്. ഈ മീൻ എടുക്കാം. ഇനി കുറച്ച് സ്ലാബ് ഉണ്ടാക്കാം. ബോട്ടം സ്ലാബ് വെച്ചു പോകാം, അല്ലെങ്കിൽ മിസ്റ്റേക്ക്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്കറിയാം മിസ്റ്റേക്ക്. മോബ് ഫുള്ള് സ്പോണാവും പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ. പിന്നെ അതൊരു പണിയാവും. ഇപ്പോൾ ഒരു സ്റ്റാക്ക് സ്ലാബ് എടുക്കാം. പിന്നെ മറ്റേ ഇതുണ്ടാക്കാനാണ്, നമുക്ക് പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. ഇത് മതിയാവും. ഇനി നമുക്ക് പിക്കാക്സ് കൈ എടുക്കാം. പിക്കാക്സ് ഇല്ലാത്ത പരിപാടി ഉണ്ടോ? അയ്യോ മാറിപ്പോയി. ഫിഷ് ഉണ്ട്, വൂളുണ്ട്, എല്ലാം ഉണ്ട്. വുഡും ഉണ്ട്. വുഡ് ആവശ്യം വരും. ഇത് ഇവിടെ നോട്ടെ. നമ്മളെ പണിയിലോട്ട് പോവാം. മോബ് ഫാമിൻ്റെ ഏകദേശം നമുക്കൊരു ഇവിടുന്ന് അങ്ങോട്ട് എടുക്കാം.
ഏത് ഭാഗത്തൊക്കെ എടുക്കുക? എന്തായാലും നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് തന്നെ എടുക്കാം. അത് അവിടെ ഉണ്ടായതുകൊണ്ട് ഈ ഭാഗത്തേക്ക് എടുക്കുക. കുറച്ചിങ്ങനെ മുന്നിലോട്ട് പോകാം. പിന്നെ നമ്മുടെ എൻഡ് പോർട്ടൽ അവിടെ സ്പോൺ ആയിക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കുറച്ച് മുന്നിലോട്ട് വന്നിട്ട് ഇവിടെ മതിയാവും. ഇതൊക്കെ ഒരു അതാകണം എൻ്റെ പോർട്ടൽ. നമ്മൾ ഇത് വെച്ച് തുടങ്ങാം. ബ്ലോക്ക് വെക്കാം. ബോട്ടം സ്ലാബ് പറഞ്ഞ് ഞാൻ ഈ മെയിൻ സ്ലാബ് വെച്ചു. കുഴപ്പമില്ല, മൈ മിസ്റ്റേക്ക്. മൈ മിസ്റ്റേക്കാണത്. എന്നാലും നമ്മൾ താഴേക്ക് ഇറങ്ങിയാലല്ലേ കുഴപ്പം. നമ്മൾ താഴേക്ക് ഇറങ്ങൂല. ഈ ഒരു 4 ബ്ലോക്ക് മേഖല നമ്മളെ മോബ് ഫുൾ വരിക. ഇനി ഇവിടുന്ന് ഇതുമെന്നൊരു 21 ബ്ലോക്ക് എടുക്കാം അല്ലേ? 21 ബ്ലോക്ക്, 21 എടുക്കാം. എന്തായാലും ഇത് ചുറ്റിച്ച് വെക്കണം ഫസ്റ്റ്. ഈ കോർണറിൽ വെച്ച് വെറും ടെമ്പററി ആണ്, നോക്കണ്ട. ഇത് ഈ കോർണറിൽ വെച്ച് നമുക്ക് പൊട്ടിച്ചളയാം, അതാവശ്യമൊന്നുമില്ല. എന്തായാലും ഒരു ബ്ലോക്ക് ഇവിടെ എത്തില്ല. ഇനി ഇത് വന്ന് 2, 3, 4, 4ാമത്തെ ഹൈറ്റായി. നാല്, 5, 6, 7 ബ്ലോക്കായി. 8, 9, 10. ഇത് ഫുള്ള് ചുറ്റിച്ച് മേലെ വരെ വെക്കാം. ഈ ഒരു സീരീസ് നമുക്ക് പരമാവധി എന്തെങ്കിലുമൊക്കെ ഫാം നമുക്ക് നല്ല രീതിക്ക് സെറ്റാക്കി എടുക്കണം. അയൺ ഫാമൊക്കെ ഉണ്ടാക്കണം ഞാൻ വിചാരിച്ചു, പക്ഷേ അപ്പോൾ തന്നെ വില്ലേജർ തട്ടിപ്പോയി. ഇതിപ്പോൾ എത്രയായിരുന്നു? 7. കണക്ക് തെറ്റിയല്ലോ. ഞാൻ വർത്താനം പറഞ്ഞ് കണക്കും തെറ്റി. കണക്കെടുക്കട്ടെ. 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6, 8, 9, 10. 10ആണല്ലോ. കുഴപ്പമില്ല. നമ്മളൊരു 21 ബ്ലോക്ക് എടുക്കാം. 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22. 22 വേണ്ട, 21 മതി. ഓ മൈ ഗോഡ്. ഇപ്പം ഈ ഒരു ഹൈറ്റിനെ നമുക്ക് പില്ലർ ചെയ്ത് വെക്കാം. മിസ്റ്റേക്ക് പറ്റി, ഞങ്ങളോട് വർത്തമാനം പറഞ്ഞ് കണക്ക് തെറ്റിപ്പോയി. അത് സാരല്ല, 1, 2 ബ്ലോക്കല്ലേ, കുഴപ്പമില്ല. ഇനി MLG വാട്ടർ ബക്കറ്റ് MLG. എൻ്റെ മോനെ, ചെറുതായിട്ടൊരു ഭയം ഇല്ലാതില്ല. എപ്പോൾ പോകുമെന്ന് പറഞ്ഞാൽ മതി. അയ്യോ, മൈ മിസ്റ്റേക്ക്. ഇതാണ് ഇതിൽ ലാഗല്ല റിസ്ക്.
ഈ ഒരു മൗസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. എന്തായാലും നമ്മളെ മോബ് ഫാം കിടലനായിരിക്കും. ഇത് ഞാൻ പറയുന്ന വാക്ക. ഇതിൽ 4 ബ്ലോക്ക് റീച്ച് ആവുമല്ലോ അല്ലേ? എന്നാൽ പിന്നെ ഇത് ഈ ഒരു ബ്ലോക്ക് അത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് 1 2 3 ഇവിടെ മതി. പരമാവധി നമ്മൾ 25 മിനിറ്റ് വീഡിയോ ഉണ്ടാവും. അതിലേറെയാണ് ഈ വീഡിയോ ഫാം വർക്കായിട്ടില്ലെങ്കിൽ അല്ല വർക്കല്ല ഫാമിൻ്റെ പണി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിലേറെ നോക്കും. പക്ഷേ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ടായി പോകും. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി പരിപാടികൾ അതിൽ കാണിച്ചു തരാം. എന്തായാലും ഇനി ഇവിടുത്തെ മതിലേ ഈ കോർണറിൽ ഇനി ഒരു ബ്ലോക്ക് വെക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചാൽ അവിടെ വെച്ചോളിയും. ബ്ലോക്ക് കഴിഞ്ഞത് ഇവിടെ ബ്ലോക്കൊക്കെ നമ്മൾ ഇഷ്ടം പോലെ എടുത്തോടുന്നുണ്ട്. അങ്ങനെ കഴിയുന്ന ബ്ലോക്കല്ല. പിന്നെ നിലത്തേക്ക് പോകാൻ നമ്മൾ ഇനി ഇവിടുന്ന് ഒരു 7 ബ്ലോക്ക് അങ്ങോട്ട് നീട്ടാം. 1 2 3 4 5 6 7 ബ്ലോക്ക് നീട്ടി. ഇതേപോലെ എല്ലാ ഭാഗവും സെറ്റാക്കണം. എഡിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഭാഗം മാത്രം സെറ്റാക്കിയിട്ട് ഞാൻ ഈ പണിയും കൂടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല മക്കളെ. സ്റ്റോറേജ് ഇല്ല. ഈ വീഡിയോ തന്നെ എടുത്ത് വെച്ചുമ്പോൾ തന്നെ അത്യാവശ്യം എണ്ണ എടുക്കാനും മറന്നു. ഞാൻ ബ്ലോക്ക് വെച്ച് പോകുന്നുണ്ട്, പക്ഷേ എണ്ണ ഒന്നും എടുത്തില്ല. 1 2 3 4 5 6 7 കറക്റ്റ്. ഇനി അപ്പുറത്തെ ഭാഗം ഇപ്പോൾ തൽക്കാലത്തിന് നമുക്കത് അടച്ചേക്കാം. Hmm? 1 2 3 4 5 6 7 1 2 3 4 5 6 7 ഞാൻ ഇവിടെ എത്തിയപ്പോൾ റീച്ച് ആയില്ല. ഡോണ്ട് വറി ഗൈസ്, ഡോണ്ട് വറി. ഇനി ഈ ഒരു മതിൽ നമ്മൾ ചുറ്റി വെക്കണം. ഒരു 2 ഹൈറ്റ്. നൈറ്റായി നൈറ്റ്. ഓ ഇനി ഇതിനെ ചുറ്റോറന്ന് വെക്കാം. 2 ഹൈറ്റ് 1 11 12 13. ഇതിന് പിന്നെ എണ്ണൊന്നുമില്ല, ചുറ്റോറം വെച്ചാൽ മതി. അത് കുഴപ്പമില്ല. 2 ഹൈറ്റ് ഏതായാലും വേണം. ഒരു ഹൈറ്റ് കൂടി എഴുതി നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ഹൈറ്റ് കൂടി പറഞ്ഞാൽ അതിൻ്റെ മേലെ കൂടി ചാടി അപ്പുറത്തേക്ക് ചാടിയ അത് കുഴപ്പമാണ്. ബ്ലോക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊന്ന് ചുറ്റിച്ചെടുക്കണം. ഇത് ഏതാ ഇങ്ങനെ. അപ്പോൾ ഈ ഒരു ഭാഗം സെറ്റാക്കി ഇതേപോലെ 4 ഭാഗം സെറ്റാക്കി എടുക്കണം. അപ്പോൾ 4 അല്ല 3 ഭാഗം കൂടി. കണക്കിൽ ഞാൻ വീക്കാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ കണക്ക് കൂട്ടൽ കണ്ടാലേ അറിയാം. ഇനി അവിടെ ഒരു സ്പൈഡർ സ്പോണായി. എൻ്റെ മേലെ ഇത് സെറ്റാക്കിയില്ല, സ്പോൺ പ്രൂഫ്. എന്താ ബ്ലോക്ക് വെച്ചിട്ട് നെങ്ങാന്ന്. എന്തായാലും ബ്ലോക്ക് കഴിഞ്ഞു. ബ്ലോക്ക് എടുക്കൂ. ബ്ലോക്ക് പിന്നെ അടിക്കാൻ നമ്മളെ ഇൻവെൻട്രിയിൽ ഉണ്ടെങ്കിൽ മറ്റേ ഏത് ബ്ലോക്കാണ് വേണ്ടിച്ചാൽ അത് എടുത്തിട്ട് എക്സ് അടിച്ചാൽ മതി. ഞാൻ അറിയാത്തവർക്ക് പറഞ്ഞു തരാം.
സോ അപ്പം അങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഭാഗം കൂടി സെറ്റാക്കി എടുത്തു. ഇനി ഇതേപോലെ 2 ഭാഗം കൂടി, ഇതും കൂടിയും കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ 15 മിനിറ്റ്. ഞാൻ ചിലപ്പോൾ ഇത് ഓട്ടോമാറ്റിക് കട്ടാവണതിൻ്റെ പ്രശ്നമല്ല, അല്ലാതെ ഞാൻ വിചാരിച്ചിട്ട് കട്ടാവണതല്ല. അധിക നേരം റെക്കോർഡ് ആകുമ്പോൾ തന്നെ ഫോൺ സ്റ്റോറേജ് ഒക്കെ ഉണ്ടാവും, 2-3 GB ഉണ്ടാവും, എന്നാലും കട്ടാവണതാണ്. ബ്ലോക്ക് എടുത്ത് ഇവിടെ വെക്കാം. എന്നാൽ പിന്നെ റൂഫ് ടോപ്പ് മാത്രം ആക്കിയിട്ട് അടുത്ത പാർട്ട് 2 നടക്കാം അതിൻ്റെ ഫാം. യെസ് മക്കളെ, എല്ലാ കണക്കുകളും കറക്റ്റ് ആയിരിക്കും, ഞാൻ ഉണ്ടാക്കിയതല്ലേ. പിന്നെ ഇത്രയും നേരം അവിടെ നിങ്ങൾക്കും വല്ല ചാനലൊക്കെ തുടങ്ങിക്കൂടെ എൻ്റെ പോലെ? അപ്പോൾ അത് ഫുള്ള് സെറ്റ്, 4 ഭാഗം സെറ്റാക്കി. ഇനി അല്ലല്ലേ, ഇവിടെ ഒരു സൈഡ് മറന്നുപോയി. ഇതൊന്നും നമ്മൾ ശ്രദ്ധിച്ചതേ ഇല്ല. അങ്ങനെ ബ്ലോക്ക് ഇങ്ങനെ എയിം കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കിയാൽ വർക്കാവൂല. ഞാൻ വെറുതെ ട്രൈ ചെയ്തേ ഉള്ളൂ. ഇന്ന് സമയത്തിന് വീഡിയോ ഇടാൻ പറ്റിയ മിക്കവാറും ഒരു ശനിയാഴ്ച ഞായറാഴ്ച വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല. ട്രിപ്പ് ഉണ്ട് മക്കളെ, ട്രിപ്പ്. അപ്പം അതിൻ്റെ തിരക്കിലേക്കരം. ശനി ഞായറൊക്കെ മാമൻ ട്രിപ്പിലായിരിക്കും. മോബ് ഫാം ഇപ്പം തന്നെ വർക്കാവാൻ തുടങ്ങി. അവിടെ ക്രീപ്പറൊക്കെ സ്പോണായി. ഈ ഒരു ഐഡിയ എനിക്കെന്താ നേരത്തെ തോന്നിയത്. അത് അപ്പം അങ്ങനെ ഫുൾ സെറ്റ് മക്കളെ, ഫുൾ സെറ്റ്. ഇനി ഇതിൻ്റെ മേലൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. അവിടെ 2 ബ്ലോക്കൊക്കെ മറന്നതാണ്, അതും സെറ്റാക്കി. ഈ കോർണറൊക്കെ സെറ്റാക്കി കൊടുക്കാം, ഒന്നിനൊരു കുറവും വേണ്ട. അപ്പോൾ ഈ കോർണർ സെറ്റാക്കി. ഇനി ഇത് ഫുള്ള് ഫില്ല് ചെയ്തെടുക്കണം. അപ്പം അടുത്ത പണി ഇതാണ്. എൻ്റെ അപ്പോൾ ബ്ലോക്കുകൾ ഇങ്ങനെ വെച്ച് ഇവിടെ തെറ്റാക്കി. ഇനി എൻ്റെ ഉപ്പാടളകിപ്പോയി. ഈ ഒരു ഫാം നേരത്തെ ഉണ്ടാക്കേണ്ടത്, ഇത് മറ്റേ ഫാം ഉണ്ടാക്കണ നേരം മറ്റേത് കൊണ്ടുപോയി ഒരൊറ്റ മിസ്ക്ലിക്കെല്ലാം ഞാനവിടെ മറ്റേ ഇതിട്ടു, ലൈറ്റ് വരാൻ വേണ്ടി അവിടെ ഒരു ഹോൾ ഇട്ടു. അവിടെ പോയി ഇങ്ങോട്ട് ഞാൻ കല്ലാണ് കരുതി ഇങ്ങോട്ട് മുട്ട എടുത്തുകൊണ്ട് അവിടെ ഒരൊറ്റ നിൽക്കൽ പോയി, എല്ലാം പോയി. ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചെന്ന് പറയും, അത് വെച്ചിട്ട് വേണം ഒരു ട്രീ ഫാം സെറ്റാക്കാൻ. അൺലിമിറ്റഡ് ബോൺവീല് എന്തൊക്കെ വിചാരിച്ചു, എല്ലാമേ പോച്ച്. അല്ലേലും അങ്ങനെ തന്നെ, ഈ ഗെയിമിന് തന്നെ ഇഷ്ടമില്ല. ഈ ഗെയിം ഞാൻ പലപ്പോഴും ഡിലീറ്റാക്കി പോയിക്കണം. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല നെതറേറ്റ് ആർമറൊക്കെ കണ്ടുപിടിച്ച് ഹാപ്പി ആണ് പോരും. എന്നിട്ടേക്കാരം കൊണ്ടുപോയി ചാവുക. അപ്പോൾ മറ്റേ ഞാൻ അതിന് മുന്നേ അപ്പം അടുത്ത് ഡിലീറ്റ് ആക്കിയെന്ന് ചോദിച്ചാൽ, ഞാൻ നെതറേറ്റ് ആർമറൊക്കെ ഉണ്ടാക്കി, ഫുള്ള് കഷ്ടപ്പെട്ടുണ്ടാക്കി ഇതാക്കി. എന്താക്കി ചോദിച്ചാൽ എൻ്റെ പോയി ഡ്രാഗനൊക്കെ കൊന്ന് എലൈറ്റർ എടുത്തിക്കണമെന്നാണ് തോന്നണേ. എലൈറ്റർ കൊണ്ട് പോയിക്കാണ്ട് നേരെ ഭൂമിൻ്റെ അടിയിൽ പോയി ചത്തു. അന്നേരം വെറുത്തില്ലേ, അപ്പം വെറുത്തു ഗെയിം. അപ്പം തന്നെ ഞാൻ ഡിലീറ്റ് ആക്കി.
ഇപ്പം ഞാൻ വിചാരിച്ചു ഒന്നായിട്ട് കളിച്ചു, നമുക്ക് ആക്കം പോലെ കളിച്ചാൽ ചത്താലും എൻ്റെ ഫേവറേറ്റ് കാര്യം പറഞ്ഞാൽ ഈ ഒരു ഗെയിം കളിച്ചാൽ തുടങ്ങിയിട്ട് 5-6 കൊല്ലത്തിലേറെ അയക്കണം. പക്ഷേ ഞാൻ 3ാം ക്ലാസ് പഠിച്ചപ്പോൾ തോന്നുന്നു ഫസ്റ്റ് മൈൻക്രാഫ്റ്റ് പരിചയപ്പെടുന്നതന്നെ. ഇപ്പം ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞു, +2 കഴിഞ്ഞു. അന്ന് മൈൻക്രാഫ്റ്റ് ഒറിജിനൽ അല്ല കേട്ടോ, മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവില്ലോ അതിൻ്റെ തന്നെ ലോക്കൽ ഗെയിമുകൾ മൈൻക്രാഫ്റ്റിൻ്റെ അതേന്ന് കളിച്ചിരുന്നവൻ. 6ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് ഒറിജിനൽ ഡൗൺലോഡ് ചെയ്തത്. പിന്നെ അങ്ങോട്ട് ഡ്യൂപ്ലിക്കേറ്റ് കളിച്ചിട്ടില്ല, പിന്നെ ഫുൾ ഇത് മെയിൻ ഒറിജിനൽ മെയിൻ. ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് വേർഷനൊന്നുമല്ല, അതൊന്നും സപ്പോർട്ട് ചെയ്യില്ല. എന്നാലും 1.19 അവിടെ ഒരു വണ്ടർ ട്രേഡർ ആ ഒരു സംഗതി ഉണ്ട്. പിന്നെ ബൈ ലൈക്ക് അടിക്കാം. എൻ്റെ ലൈക്ക് ടാർഗറ്റ് വെറും 5 ലൈക്കാണ്. 5 ലൈക്കൊന്നും കിട്ടില്ല കേട്ടോ. കാര്യം പറഞ്ഞാൽ ഞങ്ങളോട് പറയലുണ്ട് 5 ലൈക്കെങ്കിലും ഒന്ന് ഇട്ടേരിന്ന്. എന്നാലും എന്താ ഞാൻ അങ്ങനെ വീഡിയോ ഇടുന്നു. 5 ലൈക്ക് കിട്ടിയാലേ വീഡിയോ ഇടുള്ളൂ കാരണം. പക്ഷേ 5 ലൈക്കൊന്നും കിട്ടിയില്ല, എന്നിട്ടും വീഡിയോ ഇടുന്നു. കണ്ടന്റ് വേണ്ടേ മക്കളെ. നമ്മൾ വേറെ എന്തെങ്കിലും വേറെ സീരീസ് എടുക്കാമെന്ന് വിചാരിച്ചില്ലേ ഒപ്പം തന്നെ. പക്ഷെ അത് വേണ്ട വിചാരിച്ചു. നമ്മൾ ഒരു സീരീസിൽ ഫോക്കസ് ചെയ്യാം. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സ്കൈ ബ്ലോക്കും തുടങ്ങിയാലോ. പക്ഷെ അത് ബുദ്ധിമുട്ടാവും. കാരണം രണ്ടും സ്കൈ ബ്ലോക്ക് ഈ ഒരു വേൾഡ് കംപ്ലീറ്റ് ആക്കിയിട്ടേ സ്കൈ ബ്ലോക്ക് പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലെസ് പ്ലേ സീരീസ് തുടങ്ങണം. ലെസ് പ്ലേ സീരീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ലെസ് പ്ലേ ഒന്നും കളിച്ചാൻ പറ്റില്ല, ലാഗാണ്. ഇപ്പോൾ പോയിരുന്നു, ജസ്റ്റ് മിസ്. ഞാനത് അറിയാതെ ഷിഫ്റ്റ് വന്ന് കൈ പോയി, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പത്തിനടുത്ത് ഷിഫ്റ്റ് പിടിച്ചിങ്ങനെ നീക്കി. ബൈ നമ്മളിതാ ഇവിടുന്ന് വാട്ടർ ബക്കറ്റ് ക്ലിക്ക് ചെയ്ത് താഴെപ്പോയാലോ. അത് നല്ലതായോ നല്ലതല്ലേ. ഒരു ക്രീപ്പർ എന്നെ കാത്തു നിൽക്കണം അവിടെ. എക്സടിച്ചിട്ട് വരുന്നില്ല, വരാത്ത കറക്റ്റ് ടൈം കൊടുക്കാത്തതുമാണ്. പിന്നെ വീഡിയോയിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ ഉണ്ടാവും. എടാ മൈക്കൊന്നും ഇല്ലടാ, അപ്പോൾ അതിലടച്ചാലും കേൾക്കും അത്. എന്നാലും വീഡിയോ ഇടണ്ടേ, വീഡിയോ സമയത്തിനിടണ്ടേ വിചാരിച്ചിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടെങ്കിൽ പോലും വീഡിയോ ഇടുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വല്ല റൂം എടുത്ത് പോകണം. അത് നടപടി ആവില്ലല്ലോ. അപ്പം ഇത്രയും സെറ്റാക്കി. ഇനി നമുക്ക് 3 ബ്ലോക്ക് ഹൈറ്റ് പൊക്കണം. ഇതിപ്പോൾ 25 മിനിറ്റ് ആയി ഏകദേശം. എപ്പോൾ ആണെങ്കിലും കട്ടായി പോവാണെങ്കിൽ എവിടെ നിന്നാണോ കട്ടായത് അതിൻ്റെ ബാക്കി നടും. അത് വേറെ കാര്യം. എൻ്റെ ഫോണിനെ വിശ്വസിക്കാൻ പറ്റില്ല, അതാണ്. എന്തായാലും ഫാം മുഴുവൻ ഉണ്ടാക്കാൻ പറ്റും തോന്നണില്ല. സോ ഇതുവരെ കണ്ട് ഫാം നിങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പരമാവധി നമുക്ക് നോക്കാലോ. അല്ലയോ, ഇത് ഫുള്ള് ചുറ്റിച്ചങ്ങ് വെക്കണം. പിന്നെ ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല. അങ്ങനെ ഗൈസ് നമ്മൾ വന്ന് അല്ലെങ്കിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ ടൈമല്ല സ്റ്റോറേജ് അറിയും. ഞാനിതിൻ്റെ MB കുറച്ചാൽ തന്നെ
ക്വാളിറ്റി ചെറുതായിട്ട് കുറയും. എന്നാൽ തന്നെ അത് കുറച്ചിട്ടിക്കണേ. 40 MB എങ്ങാണ്ടോ ആണ് ഹൈ ക്വാളിറ്റി. ഞാൻ 16 ഇട്ട് നോക്കി. പെർ സെക്കൻഡ് 40 MB അങ്ങനെ എന്തുകൊണ്ടാണ് അത്. ഞാൻ 24 26 അതിലൊക്കെ ഇട്ടിക്കണം. കുഴപ്പമില്ല. 16 ഉണ്ട്. പക്ഷെ 16 ഇട്ടാൽ കൂടുതൽ നേരം റെക്കോർഡ് ചെയ്യാം. പക്ഷെ എനിക്ക് റെക്കോർഡ് കട്ടാവണം. അതാണ്, റെക്കോർഡ് കട്ടാവാതെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലൊക്കെ ഇട്ടുകൊണ്ട് ക്വാളിറ്റി ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, ഒരു സംഗതി ഉണ്ടായിരുന്നു. പക്ഷെ അതില്ലല്ലോ. ഫുള്ള് ഇവിടെ ഇങ്ങനെ സെറ്റാക്കി ഇത് ചുറ്റിച്ചു വെക്കണം. അതൊരു വലിയ ടാസ്ക് തന്നെ. എളുപ്പപ്പണി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ബ്ലോക്കുമ്മ കയറി നിൽക്കുക, ഇത് മുന്നിലോട്ട് നോക്കുക. ഞാനൊരു മണ്ടൻ തന്നെ. മണ്ടൻ എന്ന് പറഞ്ഞാൽ മണ്ടൻ. ഇജാതിരി ട്രിക്കൊക്കെ അറിഞ്ഞിട്ടാണ് പൊട്ടത്തരം കാട്ടി കുത്തിരിക്കണം. ഇവിടെ ബ്ലോക്ക് കഴിഞ്ഞാൽ ലെഗ്സ് അടിക്കുക, കയ്യിലുള്ള ബ്ലോക്ക് ഫുൾ വരും. നമ്മുടെ ബേസൊക്കെ നല്ല ഭംഗിയാക്കി പണിയണം. അതിനൊക്കെ സമയമുണ്ടല്ലോ. പിന്നെ വീഡിയോ എത്ര ലെങ്ത്തും ആണെന്ന് കമൻറ്റ് ചെയ്യട്ടില്ലേ. നിങ്ങളുടെ ഇതിനനുസരിച്ച് ഞാൻ സെറ്റ് ആക്കുന്നതായിരിക്കും. എഡിറ്റ് ചെയ്യാത്തതുകൊണ്ട് ആരും വീഡിയോ കാണൂല. മൊത്തം അയച്ചറിയാം. എന്നാലും ഞാൻ വെറുതെ ഇടുന്നതെന്നുള്ളൂ. വീഡിയോ ഒന്നും ആരും കാണൂല. എന്നാലും ജസ്റ്റ് ഒന്ന് തൊട്ടുങ്ങാണ്ട് പോകും. ഉറപ്പല്ലേ. എഡിറ്റിംഗ് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുൾ വീഡിയോ അതേപോലെ മറ്റേ സ്ട്രീം ചെയ്യണ പോലെയാണ് ഞാൻ 10-25 മിനിറ്റ് അതേപോലെ റെക്കോർഡ് ചെയ്യണം. റൂഫ് ടോപ്പ് കെട്ടിയെടുക്കണം. എന്തായാലും ഒന്നും കൂടി എക്സ് അടിച്ചിട്ട് വർക്കാവുന്നില്ല. ബ്ലോക്ക് കഴിഞ്ഞിരിക്കണു. എനിക്ക് തോന്നി കേട്ടോ ബ്ലോക്ക് കഴിഞ്ഞു. എന്തായാലും നമുക്ക് ട്രാപ്പ് ഡോർ വെച്ച് സെറ്റാക്കാം. ട്രാപ്പ് ഡോർ അവിടെ ഫസ്റ്റ് തന്നെ മിസ്റ്റേക്ക്, മൈ മിസ്റ്റേക്ക്. ഇതെല്ലാം എൻ്റെ മിസ്റ്റേക്ക്. അല്ല, അപ്പം നിങ്ങളെ മിസ്റ്റേക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. യുവർ മിസ്റ്റേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വീഡിയോ കാണുന്നുള്ളൂ. ഇവിടെ വർക്ക് ചെയ്യണത് ഞാനല്ലേ. അതേപോലെ ഫുൾ ട്രാപ്പ് ഡോർ സെറ്റാക്കി കൊടുക്കാം. അതും എൻ്റെ മിസ്റ്റേക്ക് തന്നെ. അതെന്തായാലും ഉണ്ടാവടാ. അല്ലെങ്കിൽ പിന്നെ ഞാൻ അത് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല അറിയാം. ഈ നൈറ്റ് വർക്ക് ചെയ്യൽ കുറച്ച് പണിയാണെങ്കിൽ വല്ല ക്രീപ്പർ ഇവിടെ സ്പോണായ അതിൻ്റെ പണി നമുക്ക് തന്നെ കിട്ടും. എന്നാലും ട്രാപ്പ് ഡോർ തികയും വിചാരിച്ച 31 ട്രാപ്പ് ഡോർ കൂടിയും. എടാ ഇതെന്താണ്, എന്ത് തേങ്ങയാണിത്. ഒരു കാര്യം അങ്ങനെ ഇറങ്ങി നിന്ന് ട്രാപ്പ് ഡോർ ഒക്കെ അതൊക്കെ നല്ലത്. എങ്ങനെയുണ്ട് ട്രാപ്പ് ഡോറെല്ലാം സിമ്പിളായി വെച്ചില്ലേ. ഒറ്റ ട്രാപ്പ് ഡോറും കൂടി വെക്കാനുള്ളൂ. എന്തായാലും 6 ഉണ്ട് നമ്മളെ കയ്യിൽ. ഇത് ഫുള്ള് തുറന്നു കൊടുക്കണം. അപ്പം അതിന് വെറും കൈയാക്കാം. നല്ല അടിപൊളി. ഇത് തുറന്നു കൊടുക്കാം.
ഞാൻ സ്വിച്ച് നോക്കാതെ നീ ഇങ്ങനെ പോണത്. ഒരു ട്രാപ്പ് ഡോർ ഇവിടെ കിടക്കണം. കറക്റ്റ് ഒരു സ്റ്റാക്ക് ട്രാപ്പ് ഡോർ എങ്ങാണ്ടോ കാണും. ഇത് ഫുള്ള് സെറ്റാക്കാൻ ഒരു സ്റ്റാക്ക് ട്രാപ്പ് ഡോറും അത് മതിയോ? അപ്പോൾ ഫുൾ ട്രാപ്പ് ഡോറും തുറന്ന് സെറ്റാക്കി കൊടുത്തിക്കണ്. ഇവിടെ ഒരൊറ്റ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇനി ബ്ലോക്കില്ല. എന്തായാലും നമുക്ക് ഇത് വെച്ച് കണ്ട ഒരു ഇത് സെറ്റാക്കി എടുക്കാം. വാട്ടർ, ഇൻഫിനിറ്റി വാട്ടർ. അപ്പം അതിനു വേണ്ടി ഇവിടെ 3 ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ ഇൻഫിനിറ്റി വാട്ടർ സെറ്റാക്കി കൊടുക്കാം. ഇനി ഇവിടെ ഒരു വാട്ടർ എക്സ് അടിച്ചാൽ കിട്ടും. എക്സ് അടിച്ചാൽ കിട്ടൂല, ഇൻവെൻട്രിയിൽ തന്നെ എടുക്കണം. ഇനി ഇവിടെ ഒരു വാട്ടറും കൂടി, ഇവിടെ നിന്ന് ഒരു വാട്ടർ എടുക്കുക. ഇതേപോലെ